ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റായ നമ്മളൊന്ന് എന്നതിലെ അവസാനത്തെ ചാപ്റ്റർ പൂമ്പാറ്റുമ്മ എന്നുള്ള പാഠമാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മലയാളത്തിന്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പൂമ്പാറ്റുമ്മ. ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്നു നടക്കുകയായിരുന്നു. അവൻ അങ്ങനെ പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി. ആരും കൂട്ടില്ലാതായപ്പോ അവന് ബോറടിച്ചു. പാവം. എന്നിട്ട് ഊഞ്ഞാലുമ്മേന്നിറങ്ങി മുറ്റത്താകെ പറന്നു നടന്നു. മഴ നനഞ്ഞ് പൂവുകളൊക്കെയും ഉറങ്ങായിരുന്നു. പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല. അവന് കുറേ വിഷമായി. എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ചു നടന്നു. അപ്പോഴേ സുട്ടുമുറ്റത്തേക്ക് ഓടിച്ചെന്നു. പൂമ്പാറ്റക്കുട്ടന് സന്തോഷായി. അവൻ പറന്നു വന്ന് സുട്ടുന്റെ നെറ്റിത്ത് ഒരു ഉമ്മ വന്നു. എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞനൊരു ഉമ്മ കൊടുത്തു സുട്ടു. ഒരു പൂമ്പാറ്റുമ്മ. മെയ് സിത്താര എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എഴുതിയത്. സുട്ടു പറഞ്ഞ കഥകൾ എന്നാണ് കേട്ടോ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഒരു ചെറിയ കുട്ടി നടന്ന കാര്യം പറയുന്ന രീതിയിലാണല്ലേ പാഠഭാഗം എഴുതിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താനാവും? ഒരു ദിവസം നടക്കുകയായിരുന്നു, കൂട്ടില്ലാതായപ്പോ ബോറടിച്ചു, എന്നിട്ട് ഊഞ്ഞാലുമ്മേന്നിറങ്ങി, മുറ്റത്താകെ പൂവുകളൊക്കെയും ഉറങ്ങുമായിരുന്നു, ആരെയും കിട്ടിയില്ല, കുറേ വിഷമായി, എന്നിട്ടേ പിന്നെയും, അപ്പോഴേ മുറ്റത്തേക്ക്, സന്തോഷായി, നെറ്റീത്ത് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന, അതായത് വർത്തമാനം പറയുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ. ചോദ്യം 2. പൂമ്പാറ്റയ്ക്ക് സങ്കടം വരാൻ എന്താണ് കാരണം? പൂമ്പാറ്റയുടെ കൂടെ കളിക്കാൻ ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് പൂമ്പാറ്റയ്ക്ക് സങ്കടമായത്. ചോദ്യം 3. പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത്? സുട്ടു അഥവാ കഥയിലെ കുട്ടി മുറ്റത്തേക്ക് ഓടിച്ചെന്നപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സന്തോഷമായത്. ചോദ്യം 4. ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത്? പൂക്കളും മഴയും പൂമ്പാറ്റയും എല്ലാം മനുഷ്യരുടെ സഹോദരങ്ങളായി വരാം. ചോദ്യം 5. സിത്താരയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ? നിങ്ങളും നിങ്ങളുടെ അനുഭവം എഴുതൂ, മറ്റുള്ളവരുമായി പങ്കുവെക്കൂ. എന്റെ വീട്ടുമുറ്റത്ത് വലിയൊരു മുളങ്കൂട്ടമുണ്ട്. ആ മുളങ്കൂട്ടത്തിൽ ഒരിക്കൽ ഒരു കൊച്ചു ബുൾബുൾ കൂടുകൂട്ടിയിരുന്നു. ഒരുപാട് ദിവസത്തെ അധ്വാനത്തിന് ശേഷമായിരുന്നു അവൾ അതിൽ കൂടുകൂട്ടിയത്. എന്നാൽ ഒരു ദിവസം ആ കൂട് കാണാനായി ഞാൻ അവിടേക്ക് പോയി. അങ്ങോട്ട് പോകണ്ട എന്ന് അമ്മ എന്നോട് പലതവണ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അത് കാര്യമാക്കിയില്ല. മുളയുടെ ചില്ലകൾ വകഞ്ഞു മാറ്റി ഞാൻ കൂട് മെല്ലെ നോക്കി. എത്ര മനോഹരമായാണ് ആ ബുൾബുൾ അവിടെ കൂടുകൂട്ടിയിരിക്കുന്നത്. ആ കൂട് എന്നെ അത്ഭുതപ്പെടുത്തി. കൂട് കണ്ട ശേഷം ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷെ അന്നു മുതൽ ആ ബുൾബുളിനെ അവിടെ കാണാൻ സാധിച്ചില്ല. ഞാൻ അതിന്റെ കൂട് ചെന്ന് നോക്കിയത് കൊണ്ട് അത് അവിടെ നിന്നും പോയതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയല്ലെന്ന് ഞാൻ. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അതിനെ കാണാതായപ്പോൾ എനിക്ക് മനസ്സിലായി അത് അതിന്റെ കൂട് ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടോ പോയിട്ടുണ്ട് എന്ന്. ആ അനുഭവം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷം മറ്റൊരു കിളി ഞങ്ങളുടെ മണി പ്ലാന്റിന്റെ ചെടിയിൽ വന്ന് കൂടുകൂട്ടുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ അതിന്റെ അടുത്തേക്ക് പോയതേയില്ല. ദൂരെ നിന്ന് അത് കൂടുകൂട്ടുന്നത് കാണുക മാത്രം ചെയ്തു. അപ്പൊ മക്കളെ, പൂമ്പാറ്റുമ്മ എന്ന് പറയുന്ന ഈ കൊച്ചു പാഠം എല്ലാവർക്കും മനസ്സിലായോ? ചെറിയ പാഠമാണ്, അതുപോലെ കുറച്ച് പ്രവർത്തനങ്ങളേ ഉള്ളൂ. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്